ഇനി മുതൽ പി കെ ശശി ഒരു മഹാനായ മുൻ ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഇത്രയും നാൾ ഏതെങ്കിലുമൊക്കെ പോസ്റ്റിന്റെ താഴെ വന്ന് പി കെ ശശിയുടെ മറ്റേ ഡിവൈഎഫ്ഐ പീഡന കഥ നീയൊക്കെ കേട്ടിട്ടുണ്ടോ, നീയൊക്കെ മുക്കിയില്ലേ, പാർട്ടി കോടതി, പാർട്ടി കേസ്, പാർട്ടി പോലീസ്, ഇങ്ങനെയുള്ള വായ്ത്താരികൾ ഇട്ട് നടന്നവർ. സംഘടനാപരമായിട്ടുള്ള നടപടികൾ ഒരു പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഏത് തലപ്പൊക്കമുള്ള നേതാവായിരുന്നോട്ടെ പാലക്കാടത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തിക്കെതിരെ CPM സംഘടനാ നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തെ ഏറ്റവും താഴേക്കിടയിലേക്ക് തരം താഴ്ത്തി, പാർട്ടിയിലെ നിന്നുള്ള ചുമതലകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്, നിയമസഭയിലുള്ള നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നുപ്പള്ളി സമാനമായിട്ടുള്ള ആരോപണം പരാതിയായിട്ട് വന്നു. ഇന്നും അദ്ദേഹത്തിന് പ്രത്യേകം മാസാമാസം വിളിച്ച് സതീശൻ ട്രോഫി കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ചെയ്ത പ്രവർത്തനം ഉണ്ടല്ലോ, അതിന്റെ ഐഡിയ എനിക്കൂടെ എത്തി പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ കോവളത്തെ കൊണ്ടിട്ട് അടിച്ചതിന് ശേഷം നീ അത് സെറ്റിൽ ചെയ്തത്, അതുപോലുള്ള ആ കഥകൾ കൊള്ളാമല്ലോ. എനിക്ക് ചില താരക പ്രശ്നങ്ങൾ ഇതുപോലെ പരിഹരിക്കാനുണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എൽദോസ് കുന്നപ്പള്ളിയുടെ അടുത്ത് ആ അടവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പദ്ധതി നടപ്പാക്കിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നടപടിയേ ഉണ്ടായിട്ടില്ല. എത്ര നേതാക്കന്മാർ. അതുപോലെയാണ് പി കെ ശശി എന്ന് കരുതുകയാണ്. പി കെ ശശിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നൊരു വാർത്തയാണ് ഡിവൈഎഫ്ഐ വനിതാ നേതാവ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പരാതി കൊടുത്തു എന്നതിനെ സംബന്ധിച്ച്.